വി.ഡി. സതീഷിനെതിരെ എസ്.ഡി.പി.ഐ സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് സതീശൻ മുൻപും ധാരണയുണ്ടാക്കിയ ശേഷം തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സതീഷിന്റെ താൽപര്യം ദുരൂഹമാണ്. UDF-ന് ഭൂരിപക്ഷം കുറച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് സതീശൻ എസ്.ഡി.പി.ഐ പിന്തുണ വേണ്ടെന്ന് പറയുന്നത്. എസ്.ഡി.പി.ഐ ഒരു മുന്നണിക്കും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ലത്തീഫ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എസ്.ഡി.പി.ഐയുടെ വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ ഒരു പുതിയ നിലപാടായി നമ്മൾ പരിഗണിക്കുന്നില്ല. അദ്ദേഹം മുമ്പും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ധാരണയാക്കിയതിനു ശേഷം പ്രഖ്യാപിച്ച പിന്തുണയെയും അദ്ദേഹം പിന്നീട് തള്ളിപ്പറയുകയും എസ്.ഡി.പി.ഐയുടെ വോട്ട് വേണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിലെ ഇന്നത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ KC വേണുഗോപാൽ, അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എസ്.ഡി.പി.ഐ എന്നല്ല ആരുടെ വോട്ട് സ്വീകരിക്കും, അങ്ങനെ വോട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വി.ഡി. സതീശൻ ഇന്നലെ തന്നെ പറയുകയാണ് എസ്.ഡി.പി.ഐയുടെ വോട്ട് വേണ്ട എന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ നിലപാടിൽ AICC ജനറൽ സെക്രട്ടറിയെക്കാളും മുകളിലാണോ വി.ഡി. സതീശൻ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരു മുകളിലുള്ള നേതാവ് പറഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി പോലുള്ള വളരെ പ്രഗത്ഭനായ പ്രമുഖനായ ഒരു വ്യക്തി പറയുമ്പോൾ അതിനെ മറികടന്ന് അതിനെതിരായി പറയുന്നത് അത് കോൺഗ്രസിന്റെ എന്ത് സംസ്കാരമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസിനെല്ലാം കുറ്റം പറയുന്നത് വി.ഡി. സതീശന്റെ സംസ്കാരം. അപ്പൊ അദ്ദേഹം ഇതൊക്കെ പറയുന്നതിന്റെ താല്പര്യം വളരെ ദുരൂഹമാണ്. ഒരു നല്ല ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF വരികയാണെങ്കിൽ വി.ഡി. സതീശന് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭ്യമാകില്ല എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുഖ്യമന്ത്രി സ്ഥാനം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാതിരിക്കണം എങ്കിൽ കേരളത്തിൽ UDF-ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ 70 സീറ്റിലൊക്കെ ഒതുങ്ങി നിന്നാൽ അപ്പോൾ പിന്നെ KC വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരിക്കലും ഒരു മൂന്നാം ആള് വരാതിരിക്കാനും വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനും കഴിയുമെന്ന് അങ്ങനെയൊക്കെ പറയപ്പെടുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും സീറ്റ് കുറയ്ക്കാനാണ്.